അളിയാ നീ ഇതെവിടെ പോയിട്ട് വരുന്നടാ? കാണാനില്ലല്ലോ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാടാ. നീ ഇപ്പൊ KSRTC പോകുന്നത്? എടാ 40-40 കിലോമീറ്റർ ഉണ്ട് പോകാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ KSRTC പോകണം. പിന്നെ ഇതിൽ പോകുന്നതുകൊണ്ട് ഇപ്പം ബൈക്കിൽ പെട്രോളിന് പൈസ പോലും ആവുന്നില്ല. പിന്നെ രാവിലെ ഇതിൽ തിരക്കായിരിക്കുമല്ലോ, ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടും. എടാ KSRTC ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല. ബസ്സിന് സഞ്ചരിക്കാൻ പറ്റുന്ന എല്ലാ റൂട്ടുകളും ഇപ്പോൾ KSRTC ബസ്സുണ്ട്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഉണ്ട്. പിന്നെ അതിൽ കൂടുതലും ഇലക്ട്രിക് ബസ്സുകളാണ്. തിരക്കില്ലാതെ സുഖമായിട്ട് യാത്ര ചെയ്യാം. ഒരു വിധത്തിൽ നോക്കിയാൽ അതും ശരിയാണ് അളിയാ. ആ ഇപ്പോൾ പിന്നെ ട്രെയിനിൻ്റെ എല്ലാ ഫെസിലിറ്റീസും KSRTC ബസ്സിൽ വരാൻ പോവാം. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക ബസ്സുകളിലും ചാർജിങ് പോയിന്റുകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ അതാ KSRTC ബസ്സിൽ ഭക്ഷണവും വെള്ളവും കൂടെ കൊടുക്കാൻ പോകണമെന്ന് അറിഞ്ഞു. അതുകൊണ്ടാ? അത് മാത്രമല്ല, നമ്മുടെ KSRTCക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളും ഉണ്ട്. KSRTCക്ക് ഡ്രൈവിംഗ് സ്കൂളോ? ആ, മറ്റുള്ള ഡ്രൈവിംഗ് സ്കൂളിനെക്കാളും പൈസ കുറച്ചാണ് അവിടെ പഠിപ്പിക്കണം. അത് നല്ല പ്രഗത്ഭരായ മിടുക്കരായ പരിശീലകർ. അപ്പോൾ ഇനി എന്താ വേണ്ടത്? എടാ നമ്മുടെ സർക്കാർ വേണ്ട സംവിധാനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ട സമയത്ത് നമ്മളങ്ങ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ശരിയല്ലേ, ഞാൻ കൊല്ലം വരെ പോകാൻ ഇറങ്ങിയതാ. പോയിട്ട് വരാം. ഞാൻ ഈ സൗകര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. ശരിയടാ, കാണടാ. എൻ്റെ കണ്ണും കൈ എത്തിയില്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും ശ്രദ്ധിക്കത്തില്ല. വലിയൊരു വീട് കെട്ടിയിട്ടാ പോരാ, അതെ വൃത്തിക്ക് കൊണ്ടു കിടക്കാൻ അവൻ അറിഞ്ഞൂടാ. കഞ്ഞിവെള്ളം. എടി ഗീത, നിന്നോട് കഞ്ഞിവെള്ളം ആരെങ്കിലും ചോദിച്ചാ? നിങ്ങൾ ഇത്ര നേരം ഇവിടെ കിടന്ന് പണി എടുക്കുന്നോണ്ട് ഇത്തിരി തൊണ്ട വളണ്ടെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം തന്നതാ. അത് കുറ്റമായി പോയോ? എടി നീ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ട് ആണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാ കുടിക്ക്. പിന്നെ അവൻ വൈകുന്നേരം വരുമ്പോഴേ അവരുടെ അടുത്ത് കുറച്ച് യൂറിയ വാങ്ങിച്ചോണ്ടിരാൻ പറ്റും. ആ ചെടികളൊക്കെ മാടി തളർന്ന് നിൽക്കുക, അതങ്ങ് ഇട്ട് കൊടുത്താൽ അത് നന്നാവും. നിങ്ങൾക്ക് അവനോട് പറഞ്ഞൂടെ? എന്തോ നോക്കുന്നത്? നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. അതങ്ങനെ അച്ഛനും മോനും പരസ്പരം മിണ്ടത്തില്ലല്ലോ. എത്ര നാളെ നിങ്ങൾ അവനോട് മിണ്ടിയിട്ടെന്ന്? എനിക്കറിയത്തില്ല. ഈ വീട്ടിലാകെ 3 പേരല്ലേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം മിണ്ടത്തില്ല. ഇതിന്റെ ഇടയിൽ കിടന്ന് ഉരുകുന്നതേ ഞാനാ. അങ്ങനെ നീ ഇതിന്റെ അടുത്ത് ഇടയ്ക്കിടന്ന് ഉരുകയൊന്നും വേണ്ട. പിന്നല്ലാതെ അച്ഛനും മോനും പരസ്പരം നോക്കിയാലേ ബദ്ധ ശത്രുക്കളെ പോലെ കാണുന്നത്. ഇതെല്ലാം കണ്ടോട്ട് ഞാൻ നോക്കിയിരിക്കണം. അച്ഛനോട് പറഞ്ഞാൽ അച്ഛനും കേൾക്കത്തില്ല, മോനോട് പറഞ്ഞാൽ മോനും കേൾക്കത്തില്ല. പെട്ടെന്നെങ്ങാണ് ഞാൻ മരിച്ചു പോയാലേ ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ജീവിക്കും? എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. നീ അങ്ങനെയൊന്നും പോകത്തില്ല. ഞാൻ പോയിട്ടേ നീ പോകും. അതെന്താ നിങ്ങൾക്ക് അത്ര ഉറപ്പ്? അതെനിക്ക് നല്ല ഉറപ്പാ. ചുമക്ക്. ഞാനേ അധ്യക്ഷ വരെ പോയിട്ട് വലിച്ചു കയറ്റാനായിരിക്കും. അത് ഞാൻ വലി നിർത്തിയല്ലോ. പിന്നെ ചുമക്കുന്നതാ? ഇപ്പൊ ചുമയില്ല. നീ ചുമക്കുന്നതല്ലാതെ പിന്നെ കൊരയാണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, വില ഇടിച്ചുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടാ പോരാ, അതൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കാനും കൂടി പഠിക്കണം. ആരോട് പറയാ, കാശിന്റെ വില ആർക്കെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ? നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിലേ അവന്റെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഇവിടെ കിടന്ന് തൊണ്ട കയറി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വന്ന് അവന്റെ റൂമിൽ കയറി ആ കുന്താണ്ട അടുത്ത് ചെവി വെച്ച് കഴിഞ്ഞാലേ ഈ ലോകം വന്ന് അവസാനിച്ചാൽ അവൻ അറിയത്തില്ല. അതിന് അവനെ കേൾക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. അല്ല പിന്നെ ഞാൻ കേൾക്കാനാ പറഞ്ഞത്. ഞാനല്ലേ ഈ വണ്ടി കൂട്ടിക്കൊണ്ട് പോന്നത്. ഞാൻ ബക്കറ്റ് വെള്ളം കേട്ടു. ഞാനെങ്കിലും ഇത് കഴുകി തുടച്ചു വെക്കാം. ആ ചുമക്ക്. ഈ ചുമ കൊണ്ട് കാണിക്കാനേ ഞാൻ പറഞ്ഞതാ. ആര് കേൾക്കാനാ? എനിക്ക് പറയാനല്ല പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ആര് കേൾക്കാനാ?
നീ ആ ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാടി. ഇന്ന് നോക്കിക്ക, വെള്ളം കൊണ്ടുവന്ന് നിന്നെ കുളിപ്പിച്ചെടുക്കൂടാ. കുട്ടപ്പനാക്ക നീ വെള്ളം പെട്ടെന്ന് കൊണ്ടുവാടി. അമ്മാ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാ. എന്താടാ? ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. നീ ആഹാരം കഴിച്ചിട്ടു? എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പിന്നെ ഞാൻ ഈ വയ്യ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് അതങ്ങ് തിന്നാ പോരെ? നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പൊ പറഞ്ഞല്ലോ. ഞാൻ പോയിട്ട് വരാം. ആ എന്താ മോനെ, നീ വരുമ്പോഴേ അച്ഛന് ചുമയുടെ മരുന്നൂടെ വാങ്ങിച്ചോണ്ട് വരണേ. ചുമയുള്ളവർ തന്നെ അതങ്ങോട്ട് വാങ്ങിച്ചോണ്ടാ മതി. ഞാൻ പോയാൽ മാത്രം അത് കൊടുക്കൂല, അച്ഛൻ പോയാലും കൊടുക്കും. പിന്നെ പൈസ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സിലുണ്ട്, എടുത്തോ. ഞാൻ പോയിട്ട് വരാം. നിന്നോട് ആരെയും പറയാം എനിക്ക് ചുമക്ക് മരുന്ന് വേണം. ഓ, ഇനി എന്നെ കൊല്ലാൻ പാ. ചുമക്കുന്ന നോക്ക്. നിങ്ങൾ ആശുപത്രി പോകാൻ പറ്റില്ല. നീ ഒന്ന് മിണ്ടാതിരിക്കേ. നിങ്ങളോ ആശുപത്രി പോകത്തില്ല, മോനോ കൊണ്ടുപോകത്തില്ല, ഞാനെങ്കിലും കൊണ്ടുപോവാ. എനിക്ക് വലുതായിട്ടൊന്നും അസുഖമില്ല, ചുമയെന്നല്ലേ ഉള്ളൂ. ചുമച്ച് ചുമച്ച് നിറയെ കയറിയതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. നിനക്കിത് എന്തിന്റെ സൂക്കാനാണെങ്കിൽ ഇത്? അവൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ, ഇനി അവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. പിന്നെ ഇങ്ങനെ കിടന്ന് ചുമക്കുന്ന കണ്ടില്ലേ? അതെ, അത്രയ്ക്ക് അസുഖമാണെങ്കിൽ ഞാനങ്ങ് ആശുപത്രി പോക്കോളാം. ഓ, ഇങ്ങനെ ഒരു അച്ഛനും ഒരു മകനും ഇതിനിടയ്ക്ക് കിടന്ന് ഞാനാണല്ലോ ദൈവമേ നരയിക്കുന്നത്. ഇത് ചുമച്ച് ചുമച്ച് നെറുകെ കയറിയാണ്. നീ പറ്റുമെങ്കിൽ ഒരു ചുക്കാപ്പി ഉണ്ടെങ്കിൽ ഗീതേ, കുറച്ച് ചൂടുവെള്ളം ചോദിച്ചാൽ എത്ര നേരമായി? കൊണ്ടുവരുക. നിങ്ങൾ എന്തിനാ ഇതൊക്കെ വയ്യാതെ ചെയ്യുന്നത്? ഞാൻ ചെയ്യത്തില്ലായിരുന്നോ? നീ അടുക്കളയിൽ ജോലി ചെയ്യല്ലേ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. അയ്യോ, തൊണ്ട ഭയങ്കര വയ്യെങ്കിൽ നമുക്കൊന്ന് ആശുപത്രി പോയാലോ? ആശുപത്രി പോയത് മഹാരോഗമൊന്നും അല്ല, ഇത് സാധാരണ ഒരു ചുമയാണ്. അതൊക്കെ പൊയ്ക്കോളൂ. വരുന്ന നീ കൈ കെട്ടിയിരുന്നോ? നിങ്ങളൂടെ വാ, നമുക്ക് ഒരുമിച്ചിരിക്കാം. നീ അവനോട്ട് കൊടു, അവൻ കഴിച്ചിട്ട് കഴിച്ചു പോട്ട്. പൊക്കോ പൊക്കോ, ചെല്ലു നീ. എന്തോ നമ്മ എന്നും ഇത് തന്നെ. അതിന് ഇന്നലെ ഇഡലി അല്ലായിരുന്നോ? അത് തന്നെ, ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡലി. എന്ന് ഇതിൽ നിന്നൊരു ശാപമോഷം കിട്ടുമെന്ന് വേണമെങ്കിൽ കഴിച്ചിട്ട് എണ്ണിച്ച് പോടാ. മനുഷ്യനെ പാടുപെട്ട് വല്ലാതെ ഈ മുട്ടും വയ്യാതെ വല്ല ഉണ്ടാക്കി വെക്കുമ്പോ നല്ലത് പറഞ്ഞില്ലേലും വേണ്ടുമില്ല, പുച്ഛിക്കാതിരുന്നൂടെ? മനുഷ്യൻ വിശക്കണോണ്ടാ കഴിക്കണത്, നീ കാണാതിരുന്നു. കഴിക്ക്. അച്ഛന് 2-3 ദിവസം കൊണ്ട് സുഖമില്ല, ഭയങ്കര ചുമയാണ്. ഒന്ന് ആശുപത്രി കൊണ്ടു. കുറച്ചും കൂടെ വലിച്ചു കയറ്റാൻ പറ, അപ്പൊ ഇത്തിരി കൂടെ കൂടും. അച്ഛപ്പം വലിക്കത്തൊന്നുമില്ലടാ അങ്ങനെ. അമ്മ ഇത് ആരടുത്ത് പറയണത്? ആ പലചരക്ക് കടയിൽ ബില്ലടയ്ക്കാൻ പോകുമ്പോൾ അറിയാം അച്ഛൻ എത്ര സിഗരറ്റ് വലിച്ചെന്നൊക്കെ ഉള്ള കണക്ക്. ഓ, നീ കണക്ക് പറയാനും തുടങ്ങിയില്ലേ? എന്നാടാ നീ കണക്ക് പറയാൻ തുടങ്ങിയത്? ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയല്ലേ നിന്റെ കണക്കിന് ഇങ്ങോട്ട് തരാൻ പറ്റത്തില്ല. അമ്മയ്ക്കിപ്പോൾ എന്തോന്ന് വേണം? അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം.
ഞാൻ ഇങ്ങനെ അട്ടിക്ക് എണ്ണി വെച്ചിരിക്കുകയില്ലേ. പിന്നെ സ്വയമേ ഉണ്ടാക്കുന്ന അസുഖത്തിനൊന്നും തരാൻ എൻ്റെ കയ്യിൽ കാശില്ല. എന്നാടാ നീ കാശുകാരനായത്? നീ പഠിച്ച് ജോലി ചെയ്തതിന് ശേഷമല്ലേ നിനക്ക് കാശ് കണ്ടു തുടങ്ങിയത്? ആ പാവ മനുഷ്യൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? നീ അങ്ങോട്ട് മിണ്ടിയിട്ട് എത്ര നാളായടാ? എന്താ അങ്ങേര് നിന്നോട് ചെയ്ത ഇത്ര വലിയ അപരാധം? നിന്നെ താഴത്തും നിലത്തും വെക്കാതെ പഠിപ്പിച്ചതിന്റെ കുഴപ്പമോ? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഡാ, പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ട സമയത്ത് നീ കൂട്ടുകാരുടെ കൂടെ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടപ്പോ നിന്നെ അങ്ങേരൊന്ന് തല്ലി. അതാണ് അങ്ങേര് ചെയ്ത എത്ര വലിയ തെറ്റ്. എത്ര കൊല്ലമായടാ നീ അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നു? അങ്ങോട്ടൊന്ന് മിണ്ടിയിട്ട് ഒന്ന് സ്നേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് നാണമില്ലേടാ നിനക്കിതൊക്കെ? അങ്ങനെ എന്തുമാത്രം വിഷമിക്കൊണ്ട് നിനക്കറിയാമോ? അങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുക. അതാ അങ്ങയുടെ പ്രകൃതം. നീ കൊണ്ടുപോയില്ലെങ്കിലേ ഞാൻ അങ്ങനെ കൊണ്ടുപോകും. ഇത് കഴിക്കാൻ എടുക്ക്. ഒരു കട്ടൻ ചായ കൂടെ എടുത്തോ. അമ്മ, അച്ഛനോട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവാൻ പറ. ഞാൻ കൊണ്ടുപോകാം. നിനക്കൊന്ന് ഓഫീസിൽ പോകണ്ടേ മോനെ? ഞാൻ ഹാഫ് ഡേ എടുത്തോളാം. നീ ഇതെന്താ പണിയാടി കാണിച്ചിരിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിന്നോട് പറഞ്ഞു. അവൻ്റെ ഇന്നത്തെ ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര, ഞാൻ പോയി ഡോക്ടറെ കണ്ടോളാം. നിങ്ങളുടെ സഹായം വേണ്ട. നിങ്ങൾ എന്തിനാ ഈ അഭിനയിക്കുന്നത്? നിങ്ങൾ അവൻ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അവൻ മിണ്ടാത്തത് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതങ്ങനെ കൊന്നാലും സമ്മതിക്കത്തില്ലല്ലോ. വലിയ തറവാട്ടിലാണല്ലേ, ആണുങ്ങൾ കരയാൻ പാടില്ല. വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി നിന്നോണം. അവൻ എന്നോട് മിണ്ടിയില്ലെങ്കിലും അവൻ നമ്മുടെ ഫോണില്ലാതാവില്ലല്ലോ. പണ്ട് അവൻ നന്നാവാൻ വേണ്ടി ഞാൻ അവൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. അതുകൊണ്ടെന്താ, അവൻ നന്നായില്ലേ? നല്ലൊരു ജോലി കിട്ടിയില്ലേ? ശമ്പളം കിട്ടിയില്ലേ? ഒരു ദുശ്ശീലങ്ങളും ഇല്ല. പിന്നെന്തോ വേണം? അവൻ എന്നോട് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു പരിഭവമില്ല.
ഈ നെഞ്ചത്തിട്ട് അവൻ ഞാൻ കുറെ ഉറക്കിയിട്ടുള്ളതാ. പക്ഷെ എൻ്റെ സ്നേഹം ഞാൻ അവനോട് പ്രകടിപ്പിച്ചിട്ടില്ല. അതെന്റെ തെറ്റാ. എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ലായിരുന്നു, പേടിയായിരുന്നു. പലപ്പോഴും ഇതുപോലെ വന്നൊന്ന് ഹഗ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അച്ഛനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്നോട് ക്ഷമിക്കച്ച. എനിക്ക് അച്ഛൻ്റെ മനസ്സ് കാണാൻ പറ്റാതായി. മോനെ കരയരുത്. ആണുങ്ങൾ ഇങ്ങനെ കരയാൻ പാടില്ല. മക്കൾ എത്ര വളർന്നാലും അച്ഛനും അമ്മയുടെ കുഞ്ഞുങ്ങളാണ്. അവരെന്ത് തെറ്റ് ചെയ്താലും അച്ഛനമ്മമാര് ക്ഷമിക്കും. നിങ്ങൾ വിട്ടാരി, അവൻ കരയട്ടെ. അവന്റെ ഉള്ളിലെ നീറ്റിലല്ല അവൻ കരഞ്ഞു തീർക്കട്ടെ. തുടങ്ങി. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞ, ഞാൻ കണക്ക് പറയണമെന്നല്ലേ. എൻ്റെ അച്ഛൻ ഇങ്ങനെ സിഗരറ്റ് വലിക്കണതും രോഗിയാവണതും എനിക്കിഷ്ടമല്ല. അതാ ഞാൻ പറഞ്ഞത്. മോനെ ഇപ്പൊ ഞാൻ അങ്ങനെ വലിക്കാറില്ല, വളരെ കുറവാ. ഞാനല്ലേ പലചരക്ക് കടയിൽ ബില്ല് പേ ചെയ്യണത്, എനിക്കറിയാം. എടാ അതിനല്ലേടാ നിന്നെ ഇത്രയും പഠിപ്പിച്ച് വലിയ ആളാക്കിയത്. മതി മതി, അച്ഛൻ പെട്ടെന്ന് പോയി റെഡിയാവാം. എനിക്കിന്ന് ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉള്ളതാ. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോയാലോ? പെട്ടെന്ന് രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന സിഗരറ്റുകളെല്ലാം വാരി എനിക്ക് കത്തിക്കണം. ഇനി ഇവിടെ കാണാൻ സിഗരറ്റ് വലിച്ചാല് ഞാൻ നല്ല തല്ല് തരും, നോക്കൂ. അച്ഛാ, അമ്മ വയലന്റ് ആവണതിന് മുമ്പ് നമുക്ക് പോയിട്ട് വരാം. നീ വണ്ടി വാങ്ങിച്ച അന്ന് പോലെ എനിക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നീ പക്ഷെ എന്ത് വിചാരിക്കുന്നു പറഞ്ഞാണ് ഞാനത് ചോദിക്കാത്തത്. ഞാൻ എന്ത് വിചാരിക്കുക വെച്ചാ, അച്ഛൻ വണ്ടി ഓട്ടിക്കണോ? ഓട്ടി. എന്നാ പിന്നെ അത് നടത്തിയിട്ട് തന്നെ ബാക്കി ഓട്ടിക്കിട്ടാ. ഞാൻ ഓട്ടിക്കിട്ടാ. അതൊക്കെ പഴയ മോഡലല്ല. ആ പൊക്കിയോ, അപ്പുറത്ത് ഇവിടെ ആ ഇവിടെ